വചനജായ 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 വചനജായ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് ഞായറാഴ്ചത്തെ വിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. എല്ലാ സുവിശേഷകരും വിവരിക്കുന്ന ഒരേ ഒരു അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അടയാളമാണ്. സുവിശേഷകരെല്ലാം തന്നെ വിജനപ്രദേശം എന്നത് എടുത്തു പറഞ്ഞ് മരുഭൂമിയിൽ പണ്ട് ഇസ്രായേലിനുണ്ടായ ആ ഒരു അനുഭവത്തെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ യേശുവിലൂടെ തൻ്റെ ജനത്തെ തീറ്റിപ്പോറ്റുന്ന ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ് എല്ലാ 4 സുവിശേഷത്തിലും നമ്മൾ കാണുന്നത്. യോഹന്നാനും അപ്രകാരം തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ തൻ്റേതായ വ്യാഖ്യാന രീതി യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായ ഒഴികെയുള്ള എല്ലാ സുവിശേഷകരും അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതവും ജലത്തിന് മുകളിലൂടെ നടക്കുന്ന അത്ഭുതവും ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് വിവരിച്ചിരിക്കുന്നത്. കാരണം അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ തൻ്റെ ജനത്തെ നയിക്കുകയും തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന യഹോവ താനാണെന്ന് പഴയ നിയമത്തിലുള്ള ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന വെളിപ്പെടുത്തൽ, കടലിനു മീതെ നടന്നുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ ആണ് എന്ന് പറയുന്ന യേശുവിൽ ദൃശ്യമാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്രകാരമാണ് സുവിശേഷകൻ രക്ഷാകര സംഭവത്തിലെ പഴയ ഓർമ്മകൾ എടുത്ത് അത് യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നതെന്ന് നമുക്ക് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലിക്കടലിൻ്റെ മറുകരയിലേക്ക് പോയി. അപ്പോൾ ഗലീലിക്കടലിൻ്റെ മറുകരയിലേക്ക് പോയി എന്ന് പറയുന്നതിലൂടെ ചെങ്കടൽ കടത്തിയ ദൈവത്തെ നമുക്ക് ഓർമ്മ വരുന്നു. പിന്നെ എഴുതിയിരിക്കുന്നത് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. ഇസ്രായേൽ ജനത ഒന്നാകെ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ നമുക്കിവിടെ ലഭിക്കുന്നു. കാരണം ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു. അപ്പോൾ യഹൂദരുടെ പെസഹാ തിരുനാൾ എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ് അപ്പം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെ ആ പെസഹായുടെ ഓർമ്മ ഉണർത്തിയ ശേഷം യേശു മലയിലേക്ക് കയറി എന്നുകൂടെ പറയുമ്പോൾ മലയിൽ കയറി ദൈവത്തിൻ്റെ നിയമം തൻ്റെ ജനത്തിനു വേണ്ടി കൊണ്ടുവന്ന് തൻ്റെ ജനത്തെ ദൈവവുമായി ഉടമ്പടിയിലാക്കുന്ന മോശയെ നമുക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ പഴയ നിയമ പശ്ചാത്തലം എടുത്ത് ഇതാ യേശുവിലൂടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുവാൻ പോകുന്നു എന്നുള്ള സൂചന ആദ്യത്തെ വാചകങ്ങളിൽ തന്നെ സുവിശേഷകൻ നമുക്ക് നൽകുകയാണ്. പിന്നെ ഒരു വലിയ ജനത്തെ യേശു കണ്ണുകളുയർത്തി കാണുകയും പീലിപ്പോസിനോട് ചോദിക്കുന്നു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയിരിക്കുകയാണ് അവനെ പരീക്ഷിക്കുവാനാണ് യേശു ഇങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ച ഒരു ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ധ്വനി ഉണർത്തിക്കൊണ്ടാണ് ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ പരീക്ഷിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലിപ്പോസ് അപ്പോസ്തലൻ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുകയാണ്. 200 ദനാറയ്ക്കുള്ള ഭക്ഷണം പോലും ഇവർക്ക് തികയുകയില്ല. 200 ദനാറ് എന്ന് പറയുമ്പോൾ 200 ദിവസത്തെ കായികമായ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്. അതിനർത്ഥം വലിയ തുകയാണെന്നാണ്. 7-8 മാസം ഒരാൾ അധ്വാനിച്ചാൽ ലഭിക്കുന്ന തുക എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അത്രയും വലിയ തുക നമുക്ക് ആവശ്യമായി വരും. ഈ മാനുഷികമായി എല്ലാം തീർന്ന ഒരവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനുഷ്യരുടെ ബലം കൊണ്ടും പ്രാപ്തി കൊണ്ടും കഴിവ് കൊണ്ടും നേടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ യേശുവിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവികതയെയാണ് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും പശ്ചാത്തലം യോഹന്നാൻ സുവിശേഷൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കൈവശം 5 ബാർലിയപ്പവും 2 മീനുമുള്ള ഒരു കുട്ടിയെ അവതരിപ്പിക്കുന്നു.
ബാർലിയപ്പത്തെ സൂചിപ്പിക്കുന്നതും യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ്. ഒരുപക്ഷെ യോഹന്നാൻ സുവിശേഷകൻ്റെ സമൂഹം ദിവ്യകാരുണ്യ ആഘോഷത്തിന് ഉപയോഗിച്ചിരുന്നത് ബാർലിയപ്പമാകാം. അതോടൊപ്പം തന്നെ ദരിദ്രരുടെ ഭക്ഷണമാണ് ബാർലിയപ്പം. 5 ബാർലിയപ്പവും 2 മീനും, 5ഉം 2ഉം കൂടി കൂട്ടി 7, ഒരു പൂർണ്ണതയുടെ സൂചനയും കൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഈ അവസരത്തിൽ യേശു പറയുന്നത് ഇപ്രകാരമാണ്: ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. അപ്പോൾ യേശുവിന് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായ പദ്ധതിയുണ്ടെന്നർത്ഥം. പിന്നീട് എഴുതിയിരിക്കുന്നത് ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു എന്നതാണ്. ഇത് യോഹന്നാൻ സുവിശേഷകൻ ആ സ്ഥലത്തിൻ്റെ, ആ ഭൂപ്രകൃതി വിവരിക്കാൻ വേണ്ടി അവിടെ പുല്ലുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി എഴുതിയിട്ടുള്ളതല്ല, മറിച്ച് പുല്ല് തഴച്ചു വളർന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓർമ്മകളെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സങ്കീർത്തനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് പറയുമ്പോൾ തന്നെ കേൾവിക്കാർക്ക് ആ ഒരു ഭാഗം ഓർമ്മ വരും. നല്ലിടയൻ്റെ സങ്കീർത്തനം, 23-ാമത്തെ സങ്കീർത്തനം. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, സ്വച്ഛമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു, എൻ്റെ പ്രാണന് അവിടുന്ന് ഉന്മേഷം നൽകുന്നു. അങ്ങനെ വിശപ്പ് ശമിപ്പിച്ച്, ദാഹം ശമിപ്പിച്ച്, പ്രാണന് ഉന്മേഷം നൽകുന്ന ഇടയനായ ദൈവം പുല്ല് തഴച്ചു വളർന്നിരുന്നു. അവിടെ ആയിരിക്കുന്ന ജനക്കൂട്ടം ആ ഒരു പശ്ചാത്തല വിവരണത്തിലൂടെ വാസ്തവത്തിൽ സുവിശേഷകൻ ചെയ്യുന്നത് രക്ഷാകര സംഭവത്തിലെ ഏറ്റവും മനോഹരമായൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് തുറന്നിടുകയാണ്. അങ്ങനെ ദൈവം ഇടയനാകുന്ന അനുഭവം ദൈവജനത്തിന് ലഭിക്കുവാൻ പോകുന്നു എന്ന സൂചന നമുക്ക് ലഭിക്കുകയാണ്. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ശേഷം, അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. ഇതര സുവിശേഷകരെല്ലാം തന്നെ യേശു അപ്പമെടുത്തു, ആശീർവദിച്ചു, വിഭജിച്ചു, അവർക്ക് വിളമ്പാൻ നൽകി എന്ന് പറയുമ്പോൾ, അതായത് ഈ വാക്കുകളെല്ലാം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദിവ്യബലിയുടെ, പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ഛായ, യൂക്കറിസ്റ്റിക് കളറിങ് നൽകുന്ന ഒരു വാക്കുകളാണ്. യോഹന്നാൻ സുവിശേഷകനാകട്ടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്നാണ്. മറ്റു സുവിശേഷകർ ആ അപ്പമെടുത്ത് വാഴ്ത്തി എൗലഗെയിൻ എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്നത് ഒയ്ക്കരിസ്തേസാസ് എന്ന വാക്കാണ്. അത് നമ്മുടെ ദിവ്യകാരുണ്യ അനുഭവവുമായി, ഓരോ ദിവസത്തെയും ദിവ്യബലിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സുവിശേഷകൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അപ്പം വർദ്ധിപ്പിച്ച് ജനത്തെ തീറ്റിപ്പോറ്റുന്ന ആ ഒരു അനുഭവം രക്ഷാകര ചരിത്രത്തിൽ പിന്നീട് വരുന്ന കുർബാനയെ സൂചിപ്പിക്കുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരേ സമയം രക്ഷാകര ചരിത്രത്തിലെ പിന്നാക്കം പോയി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ചെങ്കടൽ കടന്ന് വിമോചിപ്പിക്കുന്ന ദൈവത്തെ എടുത്തു കാണിച്ചിട്ട്, നയിക്കുന്ന ഉടമ്പടിയിലേർപ്പെട്ട ദൈവത്തെ എടുത്തു കാണിച്ചിട്ട്, യേശുവിലൂടെ അത് നിവർത്തികമാകുന്നു എന്ന് സൂചിപ്പിച്ച് വരാനിരിക്കുന്ന ദിവ്യകാരുണ്യ അനുഭവത്തെ കൂടെ ഉൾപ്പെടുത്തിയാണ് അപ്പം വർദ്ധിപ്പിക്കൽ യോഹന്നാൻ സുവിശേഷകൻ വിവരിക്കുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷകൻ എടുത്തു പറയുന്നത് യേശു തന്നെ നേരിട്ട് വിളമ്പി എന്നാണ്. അതാവട്ടെ ഈ ജനങ്ങൾ ഇരുന്നു എന്ന് പറയുന്നത് സാധാരണ ഒരു നിലത്ത് ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുന്നതോ അല്ല. നമുക്കറിയാം യേശുവിൻ്റെ അന്ത്യത്താഴം ഇരുന്നു കൊണ്ടല്ല, മറിച്ച് റിക്ലൈൻ എന്ന് പറയുന്ന ചാഞ്ഞു കിടന്ന് ഭക്ഷിക്കുന്ന ഒരു രീതിയാണ്. അത് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതാവട്ടെ വിളമ്പുവാനായി സേവകന്മാർ ഉള്ളപ്പോൾ മാത്രം അവലംബിക്കുന്ന ഒരു രീതിയാണ്. യേശു തന്നെ നേരിട്ട് വിളമ്പുമ്പോൾ ജനം ഇങ്ങനെ ചാഞ്ഞു കിടന്നു ഭക്ഷിക്കുന്നു എന്ന ആ ഒരു ചിത്രം തീറ്റിപ്പോറ്റുന്ന, പരിരക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്നത് അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ എന്നാണ്. അതായത് തൃപ്തി നൽകുന്ന ദൈവം. നമുക്കറിയാം വയറു നിറയെ ആഹാരം കഴിച്ചാലും തൃപ്തി ലഭിക്കണമെന്നില്ല. അതേസമയം വയറു നിറഞ്ഞില്ലെങ്കിലും
ഒരു ചെറിയ വറ്റുകൊണ്ട് തന്നെ തൃപ്തി അനുഭവിക്കുന്ന ഒരു രീതിയും, പ്രത്യേകിച്ച് ഒരു പക്ഷേ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ഭക്ഷണമില്ല എന്നറിയുമ്പോൾ അല്പം കഴിച്ചാൽ മതി തൃപ്തിയായി എന്ന തോന്നലിലേക്ക് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ജനത്തെ തൃപ്തിപ്പെടുത്തിയ യേശു എന്ന അർത്ഥത്തിലാണ്. ദൈവത്തിനാണ് ആത്യന്തികമായി മനുഷ്യനെ തൃപ്തിയിലേക്ക് നയിക്കുവാൻ സാധിക്കുക. വസ്തുവകകളുടെ ആധിക്യമോ ധനത്തിൻ്റെ സംലഭ്യതയോ ഒന്നുമല്ല, മറിച്ച് ദൈവമാണ് അടിസ്ഥാനപരമായി നമ്മെ തൃപ്തിപ്പെടുത്തുന്നത്. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്തായിരിക്കും ഇത് നമ്മോട് പറയുന്നത്, നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് തികയാത്തത്, എന്തൊക്കെയാണ് തീർന്നു പോകാറുള്ളത്? ഒരുപക്ഷെ നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട ക്ഷമയും സഹകരണവും സ്നേഹവും, അത് മതിയാകാതെ വരുന്ന ഒരവസ്ഥ. കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കേണ്ട ഒരാവശ്യം, പ്രായമായ മാതാപിതാക്കൾക്ക് ചികിത്സയും അവരോടൊപ്പം സംസാരിച്ച് ആശ്വാസം നൽകാനുള്ള നമ്മുടെ സന്നദ്ധത, ഇതെല്ലാം നമ്മുടെ കൈവശമുള്ളത് ഒന്നിനും തികയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരനുഭവമാണ്. ഇത് യേശുവിലേക്ക് അർപ്പിക്കുമ്പോൾ, വിശ്വാസപൂർവം നൽകുമ്പോൾ, അവിടുന്ന് തീർച്ചയായും നമ്മിലുള്ള നന്മയെ, നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ ക്ഷമയെ ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതലായി വർദ്ധിപ്പിക്കുകയും നമ്മിലൂടെ തൻ്റെ തന്നെ സ്നേഹവും താൻ ദൈവമാണെന്നുള്ള അനുഭവം നമ്മിലൂടെ മറ്റുള്ളവർക്ക് സൗഖ്യമായും നന്മയായും സ്നേഹമായും പകർന്നു കൊടുക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ